അങ്ങനെ ഒടുവിൽ അപ്രയം തിരുമേനിക്ക് കൂച്ചുവില കിട്ടും. ഇന്ന് രാവിലെ 10:30 ചേർന്ന അടിയന്തര സിനഡ് കൂടിയാണ് അപ്രയം തിരുമേനിയെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയത്. സിനഡിന് ശേഷം സഭയുടെ മാധ്യമ വിഭാഗം പ്രസിഡന്റ് DS കോറസ് തിരുമേനിയാണ് ഔദ്യോഗികമായി അറിയിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പോലീത്ത സക്കറിയാസ് മാർ അപ്രയം തിരുമേനിയെ ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെ മാറ്റി നിർത്തുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസ് തീരുമാനിച്ചുവെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ പ്രസംഗങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് എതിരായ പരാമർശങ്ങൾ ഉണ്ടായി എന്നതാണ് നടപടിക്ക് കാരണമായത്. 934 ഭരണഘടന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടനയെ താഴ്ത്തി സംസാരിക്കുവാനും സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ അപ്രധാനമാണെന്ന് പറയുവാനും ഇടയായത് സഭാമക്കളിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ചിരുന്നു. സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായ്ക്ക് ലഭിച്ച പരാതികൾ പരിഗണിക്കുവാനായാണ് പ്രത്യേക സുന്നതദോസ് ചേർന്നതെന്നുമാണ് പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലങ്കര സഭയെയും സഭാ ഭരണഘടനയെയും അവഹേളിച്ചതിനെതിരെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസ് ശക്തമായ നിലപാട് എടുക്കുമെന്നുള്ളതാണ്. പള്ളിപിടുത്തക്കാരെന്ന മലങ്കര സഭയെ വിശേഷിപ്പിച്ച മാർ അപ്രയം തിരുമേനിക്കെതിരെ വിശ്വാസികളുടെ ശക്തമായ വിമർശനവും എതിർപ്പും ഉയർന്നിരുന്നു. ഒറ്റക്കെട്ടായ ജനവികാരത്തിന് മുന്നിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസിന് നടപടിയെടുത്ത് മാറ്റി നിർത്തുകയല്ലാതെ മറ്റൊന്നും സാധ്യമല്ലാതായി തീർന്നു. സിനഡിൽ പങ്കെടുത്ത മുഴുവൻ തിരുമേനിമാരും ആശങ്കകൾ പങ്കുവച്ചു. ദീർഘനേരത്തെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് നടപടിക്ക് തീരുമാനമായത്. എല്ലാ പഴുതുകളും അടച്ചാണ് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാ തിരുമേനിമാരും ഒറ്റക്കെട്ടായി നിന്നു. സഭയാണ് 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 വലുതെന്ന് പറഞ്ഞ മാത്യൂസ് ദിദിയൻ ബാവയുടെ പിൻഗാമികൾ സഭയെ തള്ളിപ്പറഞ്ഞ അപ്രയം തിരുമേനിക്കെതിരെ കർശന നടപടിയെടുത്താണ് മാതൃക കാട്ടിയത്. ജനവികാരം മാനിച്ചുള്ള ഈ തീരുമാനത്തിനെ മലങ്കര നസ്രാണികൾ നെഞ്ചിലേറ്റി. സഭയിൽ നിന്നുകൊണ്ട് സഭയെ തള്ളിപ്പറയുന്നവർക്കുള്ള സഭയെ നെഞ്ചിലേറ്റിയ വിശ്വാസികളുടെ മറുപടി കൂടിയാണിത്. മലങ്കര നസ്രാണികൾ പിന്തുണച്ച പിതാക്കന്മാർക്കും ഒപ്പം നിന്ന ഓരോ വിശ്വാസികൾക്കും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ. സഭയും സഭാമക്കളെയും സ്നേഹിക്കാത്ത, സഭാ ഭരണഘടനയെ മാനിക്കാത്ത എല്ലാ മെത്രാന്മാർക്കും ഇതൊരു പാഠമാണ്. മെത്രാന്മാർക്ക് മാത്രമല്ല, അവരെ ഭീഷണിപ്പെടുത്തുന്ന കത്തനാന്മാരുമാരുണ്ട്. ഭീഷണി മുഴക്കി കാര്യസ്ഥാനം നടത്തുന്ന കത്തനാന്മാർക്കെതിരെ ഇതുപോലെ നടപടിയെടുക്കണം. ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാമെന്ന രീതിയിൽ എടുത്തു ചാടുന്ന ചില വൈദികരുമുണ്ട്. അവർക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും അറിയണ്ട, ഭരണഘടന അറിയണ്ട. 10 ആവശ്യപ്പെടുമ്പോൾ 20 കിട്ടുന്നു. മെത്രാനെതിരെ സംസാരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഇന്ന് പല പള്ളികളിലും ഭദ്രാസനങ്ങളിലും അനുഭവിക്കുന്ന മറ്റൊരു വിഷമമാണിത്. അവരെയും നിലയ്ക്ക് നിർത്തണം. ഇതാണ് ഓരോ മലങ്കര നസ്രാണിയും ആഗ്രഹിക്കുന്നത്, ഓരോ മലങ്കര മക്കളും ആഗ്രഹിക്കുന്നത്. ആ ഒരു വികാരത്തിനപ്പുറത്ത് ഒരു വ്യക്തിക്കും സ്ഥാനമില്ല. അടൂർ കടമ്പനാട് ഭദ്രാസനം മലങ്കര മെത്രാപ്പോലീത്ത ഏറ്റെടുക്കും, സഹായ മെത്രാനെ വയ്ക്കും. അതാണ് ഭരണഘടന. മറ്റ് ചുമതലകൾ സുന്നതദോസ് അംഗങ്ങളിൽ ആർക്കെങ്കിലും നൽകിയേക്കും. അത് കാതോലിക്ക ബാവയുടെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ടതാണ്. പരിശുദ്ധ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് എത്ര വലിയവനാണെങ്കിലും അവർക്കുള്ള സ്ഥാനം പടിക്ക് പുറത്തു തന്നെ. കർത്താവ് ജീവിതത്തിൽ കാണിച്ച മാതൃക കർത്താവിന്റെ പ്രസംഗമായിരുന്നു. മഹാത്മാഗാന്ധിജി പറഞ്ഞത് എന്റെ ജീവിതമാണ് എന്റെ പ്രസംഗം എന്നാണ്. ഏതായാലും കൈയും കാലും കൂട്ടിക്കെട്ടിയ അപ്രയം തിരുമേനിയുടെ നാവിന് കൂടി ഇനി ക്ലിപ്പിടണം. ഉടനെയൊന്നും ആ തുറക്കത്തില്ലെന്നാണ് കേൾക്കുന്നതെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. സാബു കുര്യാക്കോസ് എന്ന വ്യക്തി വൈദികനായി മെത്രാനായി ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ പലരുടെയും തലകൾ അരിഞ്ഞു വീഴ്ത്തിയ ചരിത്രം പരിശോധിക്കുമ്പോൾ വായി തുറക്കാതിരിക്കാൻ സാധ്യതയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപതിയഖിനർ ഒറോയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉയരത്തിന്നും നൽവരജാലം ചൊരിയുമോരീശ പൂർവിക വൈദിക ഗണമതിനെല്ലാം നീ വരമേകി ആത്മവരത്തോടു ചേർന്നൊരു ദാസനു നൽകും
നൽകുകദാനം നിന്നാശീഷിൻ